ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനും അമ്മയും കൂടിയിട്ട് എങ്ങടെ പോകുന്നമ്മേ? അമ്മയുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അല്ലേ അമ്മേ? അച്ഛൻ്റെ അവിടേക്ക് പോവാണ് ഗൈസ്. അവിടെ ആരുമില്ല, ഫുള്ള് കാട്. 10 സെന്റ് സ്ഥലമുണ്ട് പറയട്ടെ, ഫുള്ളായിട്ട് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് പറയാൻ കാര്യമുണ്ട്. അപ്പം നമ്മൾ പോവാണ്, തറവാട്ടിക്ക് പോവാണ്. തറവാട്ടിക്കല്ല, അച്ഛൻ്റെ അവിടേക്ക് പോവാണ്. അത് തറവാട് തന്നെയാണല്ലോ അല്ലേ, അവിടേക്ക് പോവാണ്. അപ്പം നമ്മൾ പോട്ടെ, ബാക്കിയുള്ളത് അവിടെ ചെന്നിട്ട് കാണിക്കാം. ബൈ. നിങ്ങൾ പൊക്കോ, ഒന്ന് ഞാൻ പറയാം എന്താ. അവിടെ കുറച്ച് കാടൊക്കെ പിടിച്ച് കിടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ബ്ലോഗിൽ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇപ്പോഴും കാണിച്ചു തരാം എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഓക്കെ, അവിടെ പോട്ടെട്ടാ, ബൈ. നമ്മൾ കാറിലാണ് പോകുന്നത്. അച്ഛമ്മേരെ അവിടേക്ക് അച്ഛമ്മയ്ക്കൊന്നും കാറ് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അച്ഛമ്മ വെച്ചിട്ട് ഇപ്പോൾ 1 വർഷമൊക്കെ കഴിഞ്ഞു കേട്ടോ, 2 വർഷമൊക്കെ ആയി. അപ്പോൾ നമ്മൾ കാറ് കാണിച്ചിട്ടില്ല. അപ്പം നമ്മൾ കാറ് കാണിച്ചു കൊടുക്കണം. അച്ഛനുണ്ടാവും അവിടെ, അപ്പോൾ കാണിച്ചു കൊടുത്തിട്ടില്ല. എന്തായാലും അവിടെ പോയിട്ട് വിശേഷങ്ങളൊക്കെ കാണിക്കാം. ഓക്കെ, മുകളിൽ നിന്ന് ഒരാൾ ഇറങ്ങിയിട്ടില്ല, ഇറങ്ങി വരട്ടെ. രാജ്ഞി കാട്ടിലേക്ക് അമ്മ പോകുന്ന പോലെ പാമ്പ് കടിച്ചാൽ ഒരാൾ തിരിച്ചു വരുന്നു. പോയ വഴിക്കൂടെ എന്താ പോണില്ലേ, പോയിട്ട് വാ വഴി. കാണുന്നതൊക്കെയാണ് കേട്ടോ, പക്ഷേ കാട് പിടിച്ച് കിടക്കാൻ നമുക്ക് കിടക്കാൻ പറ്റാത്ത അവസ്ഥ കണ്ടോ. ഇതൊക്കെ നമ്മുടെ ഏരിയ. ഏത് കൂടെ കിടക്കാന്നാ പറയണം അമ്മ. ഇവിടെ വന്നപ്പോഴാണ് ഈ നിസ്സഹായ അവസ്ഥ മനസ്സിലാവുന്നത്. കരിവേപ്പിൻ്റെ ഇല പൊട്ടിക്കാനാണോ നമുക്ക് സങ്കടം? കണ്ടോ, അതാണ് കാട് പിടിച്ച കാട്. ആരുടെ പറയണേ? ഞാൻ അപ്പുറത്തെ വീട്ടിൽ ഗംഗേശ്വര വീടിൻ്റെ വഴി കൂടെ വന്നു ഗൈസ്. ഫുള്ള് കാട് പിടിച്ചിറക്കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. ആ നീല ടാർപ്പായിട്ടാണ് സ്ഥലം കണ്ടത്, അതാണ് കിണർ. ഇവിടെയാണ് അച്ഛമ്മ താമസിച്ചിരുന്നത്. കായക്കൊലയൊക്കെ ഉണ്ടിട്ടാ കണ്ടോ. എന്താന്ന് ഉള്ളിൽ കയറാനും കൂടി പറ്റില്ല, പാമ്പുണ്ടാവും ചിലപ്പോ കാടിൻ്റെ ഉള്ളൊക്കെ. കണ്ടാ ഇതേ ഞങ്ങൾ വന്നത് അല്ലമ്മേ, കരിവേപ്പില പൊട്ടിക്കാൻ വേണ്ടി അമ്മൂമ്മ വന്നു. പക്ഷെ അമ്മൂമ്മയ്ക്ക് നടന്നില്ല. നമ്മൾ തിരിച്ചു പോകാനുള്ളൊരു ഘട്ടമാണ് ഈ കാണുന്നതൊക്കെ നമ്മുടെ പറമ്പല്ലമ്മേ. പറഞ്ഞെടുക്ക്, 10 സെന്റ് സ്ഥലം ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞു കേട്ടോ. ഞാൻ വീഡിയോ കണ്ടിട്ട് ഫ്രീ ആയിട്ടല്ല, പൈസക്ക്. നമ്മളിങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും ഈ സ്ഥലം വേണമെങ്കിൽ നമ്മളെ ബന്ധപ്പെടുക, എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഇൻസ്റ്റയിൽ. ഞാൻ നിങ്ങളെ വന്ന് കാണിച്ചു തരും ഈ സ്ഥലങ്ങൾ. എന്നിട്ട് നിങ്ങൾ വാങ്ങാൻ അവിടെ ഒരു വീട് വെക്കുക, അടിപൊളി വീട് അല്ലമ്മ. കരിവേപ്പില ഒളിഞ്ഞു നോക്കുന്ന അമ്മ. ഈ കാണുന്നൊക്കെയാണ് കേട്ടോ സ്ഥലം ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, വല്ല ബന്ധുക്കൾ സ്ഥലം വാങ്ങാനുണ്ടെങ്കിലോ നിങ്ങൾ സ്ഥലം വാങ്ങി വീട് വെക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വാങ്ങി വീട് പ്ലാൻ വെക്കാം. കുറേ 2 വഴിയൊക്കെ ഉണ്ട് നമുക്ക് ഈ സൈഡൊക്കെ. ഓടീച്ച പിന്നെന്താ കണ്ട വഴി. ഇതാണ് റോഡ് വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ റോഡ് ഇത് കണ്ടോ. ഇങ്ങനെയാണ് 10 സെന്റാണ് ടോട്ടൽ ഉള്ളത് കണ്ടോ ഗൈസ്. അങ്ങനെ വീടിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അമ്മ അത് അവിടെ കിടന്ന് വർത്താനത്തിലാണ് ഗൈസ്. എല്ലാവരോടും നടന്ന് വർത്താനം പറയണ്ട. അമ്മയുടെ ഓരോ പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞു, സങ്കടപ്പെടലും കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മളിപ്പോൾ അമ്മേനെ നന്നായി നിലയ്ക്ക് നമ്മൾ നോക്കുന്നുണ്ടല്ലോ, അതാണ് എൻ്റെ വിശ്വാസം അമ്മയുടെ. അതെ, അപ്പം അമ്മയ്ക്ക് എന്താ പറയുക, ഞാനൊരു വിഷമം എത്തിക്കാണ്ട് നോക്കുന്നുണ്ടല്ലോ, അത് മതി. നല്ല പിന്നെ അച്ഛനുണ്ടെങ്കിൽ അച്ഛനെ പൊന്നു പോലെ നോക്കിയാണ്. പക്ഷെ അച്ഛൻ നമ്മൾ വിട്ടു പോയല്ലോ, അല്ലാണ്ട് എന്താ പറയുക. അപ്പം ഈ സ്ഥലം ഇനി പോകുന്നതാണ് പ്രതീക്ഷ. നമ്മൾ വിൽക്കാനുള്ള പ്ലാനാണ്. നിങ്ങൾ പറഞ്ഞ പോലെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും വേണം തോന്നുകയാണെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇടുക എനിക്ക്. ഞാൻ അപ്പം തന്നെ നിങ്ങളെ വന്ന് കാണിച്ചു തരും ഈ സ്ഥലം. അപ്പം തന്നെ നമുക്ക് ഒപ്പിട്ട് നമുക്ക് അപ്പം തന്നെ പൈസ തരാമെന്ന് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഒരാൾ വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറയാ എന്നിട്ട് തിരിക്കാനല്ല വർത്താനം പറഞ്ഞോണ്ടിരിക്കുക ബ്ലോഗില്. ഒരാൾ വന്നു സംസാരിച്ചിട്ട് എല്ലാരും കണ്ടതിന്റെ ഒരു ആഹ്ലാദാണ് അമ്മയ്ക്ക്. ആഹ്ലാദം എന്താ എല്ലാരോടും സംസാരിച്ച് തൃപ്തിയായോ? ആയോ? നീ സീറ്റ് ബെൽറ്റ് ഇടാൻ കുറച്ച്, നീ തക്കട തിരികട താറാവ്. ഓ ആരത് സ്ഥലം വാങ്ങാൻ പറയാം ആൾക്കാരോട്. വേർത്ത് കുളിച്ചൂല മോള്. ഓ വേർത്ത് പിണ്ടി. എന്നിട്ടവിടെ പണിയെടുക്കാനല്ലോ പോയ പനിയുടെ ചൂടിന്റെ ഇതാണ് വിശർപ്പം. ഇപ്പൊ എന്തായാലും നമ്മള് പോട്ടെ ഗൈസ്. ഞാൻ അവിടെ പോയിട്ട് അമ്മയുടെ വക കഴിഞ്ഞ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കഴിക്കാൻ. ഭംഗിയുണ്ടെന്നാ ഭംഗിയുണ്ടിട്ട് ഞാൻ എന്താ നോക്ക്. ഇവിടുന്ന് പോട്ടെ. എല്ലാവർക്കും നമ്മളോട് സ്നേഹമൊക്കെ ആണ് കേട്ടോ. അമ്മ പറയും ഇങ്ങനെയല്ല, മീൻസ് അച്ഛൻ പണ്ട് ഇങ്ങനെ അടിക്കുമ്പോഴൊക്കെ അമ്മ ഓടുന്നൊക്കെ പറയുന്നത്. എന്തൊക്കെ കഥകൾ ചെറുപ്പത്തിലായിട്ട് കഥകളൊന്നും അറിയില്ലല്ലോ. ഞാൻ ഒരു ചെറിയ കുട്ടി, എന്റെ അച്ഛനെ കുറ്റം പറയാ. ഓടെ കഴിച്ച് ഇനി പോയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ മസാലപ്പൂരി അവിടെ ഒരാൾ തട്ടി തുടങ്ങി. ഇഷ്ടമായി രസണ്ടാ? ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹിന്ദി ചേട്ടന്മാരെ മസാലപ്പൂരി പാനിപൂരി ഒക്കെ. പാനിപൂരി അമ്മ കഴിക്കില്ല, മസാലപ്പൂരി അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം.
ബസ്സുകാരൻ മൂന്നടിച്ച് മനുഷ്യന്റെ ചെവി കളയേ. ഇത് കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോട് ഗൈസ് അല്ലേ. എന്തായാലും അമ്മയ്ക്ക് വേപ്പില പൊടിക്കാൻ വിഷമം, അമ്മ മസാലപൂരി തീർക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഞാൻ കഴിക്കട്ടെ, അല്ലെങ്കിൽ എന്റെ വയൽ അത് കഴിച്ച് അവസാനിപ്പിച്ച് നമ്മൾ വീഡിയോ നിർത്തുകയാണ്. അല്ലമ്മേ, ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അത് മാത്രമല്ല, നമ്മുടെ സ്ഥലം ആരെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. 10 സെന്റ് സ്ഥലം ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് അളന്നിട്ട് തിട്ടപ്പെടുത്തി നിങ്ങൾക്ക് കറക്റ്റ് കണക്ക് ഞങ്ങൾ പറഞ്ഞുതരും. ഓക്കെ, ബൈ.